അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 16-ാം വാർഡിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ്ന ജോസ് അല്ലേ? നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. എങ്ങനെയുണ്ട്, പിടിച്ച് കീഴടക്കും? പ്രതീക്ഷകളൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ വർക്കിന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഞാൻ 2 റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല പ്രതികരണമാണ് എനിക്ക് വോട്ടേഴ്സിന്റെ അടുത്തുനിന്ന് കിട്ടുന്നത്. ആദ്യമായിട്ടാണോ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ? അതെ, ആദ്യമായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിന്റെ ഇതിൽ ഇറങ്ങുന്നത്. പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചേക്കോ? അത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. നിലവിൽ പ്രചാരണമൊക്കെ എവിടെ വരെ? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഈ അവസരം തന്നതിൽ, അത് ജന്മനാട്ടിൽ ഈ ഒരു അവസരം തന്നതിൽ വളരെയധികം സന്തോഷം. ഈ പ്രചാരണ പരിപാടിക്കൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ഈ നാട്ടുകാർ ആദ്യമായിട്ട് ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? അവർക്ക് ഇവിടെ കഴിഞ്ഞ വർഷകാലങ്ങളിൽ അവർക്ക് ഇവിടെ കുറച്ചധികം വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കുറേ അധികം പോരായ്മകൾ വന്നിട്ടുണ്ട്. അതെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അത് നികത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്താ ചെയ്യണ ജോലി? ഞാൻ മോണിസ്റ്റാറിൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുക. നിലവിൽ ഈ വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ 16-ാം വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 16-ാം വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. വഴിവിളക്ക്, റോഡ്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, പാർപ്പിടം, അതൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതെല്ലാം അവരുടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ നോക്കും. ഈ പാർട്ടി പെട്ടെന്ന് ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരു ചാൻസ് വന്നപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ഷോക്കായിരുന്നു. വീട്ടുകാരുടെ പിന്തുണയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 2 അമ്മമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്, കൂടെ നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ വർക്കിനൊക്കെ ഇറങ്ങുന്നുണ്ട്. മക്കളും അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഈ സഹപ്രവർത്തകർ ജോലി ചെയ്യുന്ന അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇവരിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് കൂടുതലും ഇവർ പ്രചോദനം ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 100% വിജയം ഉറപ്പാണ്? ഉറപ്പാണ്. ഏതായാലും LDFന്റെ സിറ്റിംഗ് സീറ്റ് വലിയ വിജയത്തോടെ കരസ്ഥമാക്കുമെന്നാണ് ഒരു ആത്മവിശ്വാസം. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജുക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.